നിർമ്മാണത്തിലെ പ്രശ്നങ്ങളുടെ ചർച്ച ചെയ്യാൻ പരിഹരിക്കാം. എന്നാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് തുരങ്കം വെക്കുമെന്നുള്ള നിലയിലുള്ള സമീപനം ശരിയാണോ? ഒരു ആത്മപരിശോധന നടത്തണം. അത് കുറ്റബോധം കൊണ്ട് കൂടിയാണോ? ഈ പ്രതിപക്ഷ നേതാവിൻ്റെ രാഷ്ട്രീയ പാർട്ടി നയിച്ച സർക്കാരിൻ്റെ കാലത്തല്ലേ ഈ പദ്ധതി മുടങ്ങിപ്പോയത്? ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അന്ന് ശരിയായ നിലപാട് സ്വീകരിക്കാത്തതിൻ്റെ പിഴയടക്കുകയല്ലേ യഥാർത്ഥത്തിൽ ഈ 5550 കോടി? കേരളത്തിലെ UDFൻ്റെ ഗ്രൂപ്പ് കളിയുടെ പിഴയാണത്. അന്ന് തമ്മിലടിച്ചും ഗ്രൂപ്പ് കളിച്ചും ഭരിക്കാൻ നേരണ്ടായില്ല. അതിൻ്റെ പിഴയടച്ചതാണ് കേരളത്തിലെ ജനങ്ങൾ. ഈ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു. ഇന്ന് ഇത് മുടക്കാൻ കാണിക്കുന്ന ആർജവത്തിൻ്റെ 100-1 അന്ന് ഭരിക്കുമ്പോൾ ഇത് നടപ്പിലാക്കാൻ കാണിച്ചിരുന്നെങ്കിൽ ഈ പദ്ധതി ഇന്ന് പൂർത്തീകരിച്ചേനെ. അപ്പോൾ UDF ഭരിക്കുന്ന സമയത്ത് അന്ന് ഗ്രൂപ്പ് കളിച്ചു, തമ്മിലടിച്ചും അഴിമതി നടത്തിയും സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലവും മുടങ്ങിപ്പോയൊരു പദ്ധതി ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി LDF സർക്കാർ ഇടപെട്ടത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഞങ്ങൾ ഭരിക്കുമ്പോൾ നടപ്പിലാവാത്ത പദ്ധതി ഇനി ഒരു കാലത്തും നടപ്പിലാവേണ്ട എന്ന നിലപാട് അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇപ്പോൾ എത്രയോ സീറ്റ്? 41 അത്രയാണ് അല്ലേ? 99ഉം 41 UDF. അതിൻ്റെ പകുതി പോലും സീറ്റ് ഇതാണ് നിലപാടെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല. രണ്ട് വിഷയമാണ് നമുക്കറിയാം. ഇനി ഇതിൽ ഈ പറയുന്നത് പോലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്നവരുടെ ഭാഗത്ത് എന്തെങ്കിലും പാളിച്ച ഉണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരട്ടെ എന്ന്. ആർക്കായാലും പ്രശ്നം ഇവിടെ പറഞ്ഞല്ലോ ഇതിനെല്ലാവിധ നിലപാടും നടപടികളും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടുപേരെ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ പൊളിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും ആംഗിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കും. അതാ പൊളിറ്റിക്കലായിട്ട് ഞാൻ പറഞ്ഞത്. ഇതിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കലാണല്ലോ രാഷ്ട്രീയ പ്രവർത്തകരായ ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം. നമ്മുടെയൊക്കെ ഈ പദ്ധതി മുടക്കണം എന്നാണോ ജനം ആഗ്രഹിക്കുന്നത്? അതാണ് ചോദ്യം. UDF പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പദ്ധതി LDF സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഒരടി മുന്നോട്ട് പോകരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് തെറ്റാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. അത് NHA അല്ലല്ലോ അല്ലേ? അത് പരിശോധിക്കാൻ പറ്റിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ആണല്ലോ അല്ല? മാതൃഭൂമി. ഏതൊന്നും ഞാൻ പറഞ്ഞിരുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ റോഡ് അതിൻ്റെ നിർമ്മാണം ആരോ നടത്തി, അത് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അതൊക്കെ ജനങ്ങളെല്ലാ കാര്യവും മനസ്സിലാക്കുന്നുണ്ട്. അതന്നെ മറുപടി. അത് ജനങ്ങളെല്ലാ കാര്യവും മനസ്സിലാക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങളൊക്കെ ആത്മവിശ്വാസം. വേറെ എന്തെങ്കിലും അത് തെറ്റാണ് കേട്ടോ. ഇപ്പോൾ പറഞ്ഞ തെറ്റാ. കഴിഞ്ഞ 2 ദിവസമായി അങ്ങേക്കെതിരെ രൂക്ഷമായ ആരോപണം എന്നല്ല, കഴിഞ്ഞ കുറേ കാലമായിട്ട്. അങ്ങനെ തിരുത്തണം. ഒരു ദിവസം മിനിമം ഒരു 3-4 വരാറുണ്ട്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അവിടെ ഭേദഗതി വരുത്തണതിൽ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. നിങ്ങൾ എത്ര വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇന്ന് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളൊക്കെ പറഞ്ഞു. ക്ഷേമ പെൻഷനെ ഉൾപ്പെടെ കോൺഗ്രസ് പോലെ ഒരു ദേശീയ പാർട്ടിയുടെ ഒരു ദേശീയ നേതാവ് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇത് മാത്രമല്ല, അദ്ദേഹം തുടർച്ചയായിട്ട് ഇതുപോലുള്ള പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. BJPക്കെതിരെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ശബ്ദിക്കാനുള്ള അവകാശമുണ്ടോ? BJPക്ക് ഒരു രാജ്യസഭാ അംഗത്തെ രാജസ്ഥാനിൽ ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ അദ്ദേഹം കേരളത്തിലേക്ക് വന്നത്? നിലമ്പൂർ LDF ജയിക്കും. എന്ത് സാഹചര്യം അതിലെന്താ? ഇപ്പോൾ LDF അവിടെ ജയിക്കും. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. വേറെ എന്തെങ്കിലും ചോദിക്കും. ജനങ്ങളെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസവും. നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിലപാടെന്നോ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനത്തിനോ ഒരടി പറകോട്ടുമില്ല. പോരെ? നിങ്ങളെ അതിപ്പോൾ എല്ലാവരും എങ്ങനെ അതിൻ്റെ പിന്നിലുള്ള പൊതുവേ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നല്ലേ. പിന്നെ ഞാൻ എന്തിനത് പറയുന്നു?
അല്ല, നിങ്ങൾ പറയുന്ന കേട്ട വേറെ ആരും ടാർഗറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നിപ്പോ. നമ്മൾ അത് കഴിഞ്ഞില്ലെന്ന് മാക്സിമം. ഇനി വേറെ എന്തെങ്കിലും ചോദിക്കും, ഇല്ലെങ്കിൽ ഞാൻ എഴുന്നേക്കാം. വെറുതെ വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ, താങ്ക് യു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അപാകതകൾ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അതിൽ കർശന നടപടി ഉണ്ടാകും. തുടർന്നുള്ള നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന ഉറപ്പ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടി എന്നാണ് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിശദീകരിക്കുന്നത്. 2026 പുതുവർഷ സമ്മാനമായി നാഷണൽ ഹൈവേ 66 കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ പൂർണ്ണാർത്ഥത്തിലെത്തും. കൂരിയാട് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. അവിടെയുള്ള പ്രശ്നങ്ങളടക്കം ചർച്ചയായിട്ടുണ്ട്. മറ്റൊന്ന്, പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന വിമർശനങ്ങളാണ്. ഈ പദ്ധതി മുടക്കാൻ കാട്ടിയ ആർജവത്തിൻ്റെ പകുതി ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ മുൻ UDF സർക്കാർ ശ്രമിച്ചിരുന്നെങ്കിൽ എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ മൗനമാണ്, അതിനെ അവഗണിക്കുകയാണ്. അതിനെ ജനം തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് പി എ മുഹമ്മദ് റിയാസിൻ്റെ മറുപടി.